ഹായ് എവരിവൺ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കോസ്റ്റ് അക്കൗണ്ടിങ്ങിനെ കുറിച്ചാണ്. എന്താണ് കോസ്റ്റ് അക്കൗണ്ടിങ്? ഇറ്റ് ഈസ് ദ പ്രോസസ് ഓഫ് അസർട്ടൈനിങ് ദ കോസ്റ്റ് ഓഫ് മാനുഫാക്ചറിങ് എ പ്രൊഡക്റ്റ് ഓർ റെൻഡറിങ് എ സർവീസ്. അതായത് ഒരു ഓർഗനൈസേഷൻ ഏതെങ്കിലും ഒരു പ്രൊഡക്റ്റ് മാനുഫാക്ചർ ചെയ്യുകയാണെങ്കിലോ ഒരു സർവീസ് റെൻഡർ ചെയ്യാനോ വേണ്ടി വരുന്ന കോസ്റ്റ് എത്രയാണെന്ന് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്ന ഒരു പ്രോസസ്സാണ്. എന്തിനു വേണ്ടിയിട്ടാണ് ഈ കോസ്റ്റ് അക്കൗണ്ടിങ് നടത്തുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കോസ്റ്റ് കമ്പയർ ചെയ്യാനും കോസ്റ്റ് റിപ്പോർട്ട് ചെയ്ത് മാനേജറിയൽ ഡിസിഷൻ മേക്കിങ്ങിന് ഹെൽപ്പ് ചെയ്യുന്നു. അതായത് നമ്മൾക്കിപ്പോൾ ഒരു സർവീസ് അല്ലെങ്കിൽ ഒരു പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യണമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ നമ്മൾ കോസ്റ്റ് അക്കൗണ്ടിങ് യൂസ് ചെയ്ത് നമ്മൾ കോസ്റ്റ് എത്രയാണെന്ന് കണ്ടുപിടിക്കുന്നു. അങ്ങനെ കോസ്റ്റ് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യുമ്പോൾ നമ്മൾക്ക് പ്രീവിയസ് ഇയറിലെ കോസ്റ്റുമായിട്ട് അതിനെ കമ്പയർ ചെയ്ത് ആ കോസ്റ്റ് കൂടുതലാണോ കുറവാണോ എന്ന് മനസ്സിലാക്കി അത് കൂടാനിടയായ റീസൺസ് അറിയാനായിട്ട് പറ്റും അല്ലേ. അങ്ങനെ റീസൺസ് അറിയാനും മാനേജേഴ്സിന് ബെറ്റർ ഡിസിഷൻ മേക്കിങ്ങിനും അത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതോടുകൂടി നമ്മുടെ ഓർഗനൈസേഷൻ്റെ കോസ്റ്റ് റെഡ്യൂസ് ചെയ്യാനും പ്രോഫിറ്റബിലിറ്റി ഇൻക്രീസ് ചെയ്യാനും എല്ലാം ഹെൽപ്പ് ചെയ്യുന്നു കോസ്റ്റ് അക്കൗണ്ടിങ്. ഈ കോസ്റ്റ് അക്കൗണ്ടിങ്ങുമായി ബന്ധപ്പെട്ടിട്ട് വരുന്ന കുറച്ച് ടേംസ് ആണ് കോസ്റ്റ് ഒബ്ജക്റ്റ്, കോസ്റ്റ് യൂണിറ്റ് ആൻഡ് കോസ്റ്റ് സെൻറ്റർ. ഓക്കെ, കോസ്റ്റ് ഒബ്ജക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിത്തിങ് ഫോർ വിച്ച് സെപ്പറേറ്റ് കോസ്റ്റ് ഈസ് ഡിസൈഡ്. അതായത് നമ്മൾ എന്തായിക്കോട്ടെ, ഏത് പ്രൊഡക്റ്റിൻ്റെയോ ഏത് സർവീസിൻ്റെയോ ആണോ കോസ്റ്റ് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യുന്നത് അല്ലെങ്കിൽ മെഷർ ചെയ്യുന്നത്, അതിനെയാണ് കോസ്റ്റ് ഒബ്ജക്റ്റ് എന്ന് പറയുന്നത്. ഇപ്പം നമ്മളൊരു ഒരു സ്റ്റീൽ ഓർഗനൈസേഷനാണ്, സ്റ്റീലാണ് നമ്മളുടെ പ്രൊഡക്റ്റെങ്കിൽ ആ സ്റ്റീല് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി വരുന്ന കോസ്റ്റിന് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യില്ലേ, ആ സ്റ്റീൽ ഈസ് ദ കോസ്റ്റ് ഒബ്ജക്റ്റ്. ഓക്കെ, ദെൻ കോസ്റ്റ് യൂണിറ്റ്. കോസ്റ്റ് യൂണിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എ യൂണിറ്റ് ഓർ ക്വാണ്ടിറ്റി ഓഫ് പ്രൊഡക്റ്റ് ഓർ സർവീസ്. നമ്മൾ എത്ര യൂണിറ്റ് നമ്മളത് ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. ഒരു ഇപ്പം നമ്മൾ ഷുഗർ ആണെന്നുണ്ടെങ്കിൽ, അതേപോലെ സിമൻറ്റ് ഇൻഡസ്ട്രീസ് ആണ്, ഷുഗറാണ് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്നതെങ്കിൽ പെർ ടണ്ണിലാണ് ഷുഗറൊക്കെ നമ്മൾ വാല്യൂ ചെയ്യുക. അപ്പോൾ എത്രത്തോളം നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, അത് ഉൽപ്പാദിപ്പിക്കുന്നുണ്ട് എന്ന് നോക്കാം. അപ്പോൾ നമ്മൾ പെയിൻ്റാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നതെങ്കിൽ നമ്മൾ ലിറ്ററിലാണ് കാൽക്കുലേറ്റ് ചെയ്യുക. അപ്പോൾ പെയിൻറ്റിൻ്റെ കോസ്റ്റ് യൂണിറ്റ് എന്ന് പറയുന്നത് ലിറ്ററാണ്. അപ്പോൾ kg, ടൺ, അതേപോലെ ലിറ്റർ, ഡസൻ അങ്ങനെയുള്ള ക്വാണ്ടിറ്റീസ് ഉണ്ടല്ലോ. ആ യൂണിറ്റ് ഓർ ക്വാണ്ടിറ്റി ഓഫ് എ പ്രൊഡക്റ്റ്, ഒരു പ്രൊഡക്റ്റിൻ്റെ ക്വാണ്ടിറ്റിയോ അതിൻ്റെ യൂണിറ്റിനെയോ ആണ് നമ്മൾ എന്ത് പറയുന്നത്, കോസ്റ്റ് യൂണിറ്റ് എന്ന് പറയുന്നത്. ഇപ്പോൾ ചില പ്രൊഡക്ട്സ് കിലോഗ്രാമിലായിരിക്കും, ചിലത് ഡസനിലായിരിക്കും കാൽക്കുലേറ്റ് ചെയ്യുക, ചിലത് ലിറ്ററിലായിരിക്കും, പെർ ടണ്ണിലായിരിക്കും. അങ്ങനെ ഏത് യൂണിറ്റിലാണോ നമ്മുടെ പ്രൊഡക്റ്റോ സർവീസോ എന്ന് നമ്മൾ മെഷർ ചെയ്യുന്ന ആ യൂണിറ്റിനെയാണ് നമ്മൾ കോസ്റ്റ് യൂണിറ്റ് എന്ന് പറയുന്നത്. ദെൻ കോസ്റ്റ് സെൻറ്റർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കോസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് നമ്മുടെ എൻ്റർ ഓർഗനൈസേഷനെ ഡിഫറെൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റ്സ് ആയിട്ടോ ഡിവിഷൻസ് ആയിട്ടോ നമ്മൾ ഡിവൈഡ് ചെയ്യും. എന്നിട്ട് ഓരോ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെയും അല്ലെങ്കിൽ ഡിവിഷൻ്റെയും കോസ്റ്റ് സെപ്പറേറ്റ് ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്യും. ഇതിനെയാണ് കോസ്റ്റ് സെൻറ്റർ എന്ന് പറയുന്നത്. ഈ കോസ്റ്റ് സെൻറ്റർ ഡയറക്റ്റായിട്ടൊരു ബിസിനസ്സിലോട്ട് എക്സ്പെൻസ് ഒന്നും ഉണ്ടാക്കുന്നില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പ്രൊഡക്ഷൻ കോസ്റ്റ് സെൻറ്റർ ഉണ്ടാവും, സർവീസ് കോസ്റ്റ് സെൻറ്റേഴ്സ് ഉണ്ടാവും. ഇതൊക്കെ ഓരോ ഡിപ്പാർട്ട്മെൻറ്റാണ് അല്ലേ. ഇപ്പോൾ നമ്മളൊരു കാർ ഫാക്ടറി ആണെന്നുണ്ടെങ്കിൽ അവിടെ ഒരു വെൽഡിംഗ് ഷോപ്പ് ഉണ്ടാവും. നമ്മളുടെ ഫൈനൽ പ്രൊഡക്റ്റ് കാറായിരിക്കും, പക്ഷേ അവിടെ പ്രൊഡക്ഷൻ കോസ്റ്റ് സെൻറ്റർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ കാർ ഉണ്ടാക്കാനായിട്ട് നമ്മൾ എന്ത് ചെയ്യണം, വെൽഡ് ചെയ്യുന്നുണ്ട് അല്ലേ. അപ്പോൾ ആ വെൽഡിങ് ഷോപ്പിൽ ഒരു കോസ്റ്റ് വരും, ആ വെൽഡ് ചെയ്യുന്ന പ്ലേസിൽ ഒരു കോസ്റ്റ് വരും. അത് നമ്മുടെ പ്രൊഡക്ഷൻ കോസ്റ്റാണ്. ഓക്കെ, കാർ ഫാക്ടറിയിൽ വെൽഡിങ് നടത്തുന്നവിടെ ഉണ്ടാവുന്ന കോസ്റ്റും, അതേപോലെ ഈ വെൽഡ് ചെയ്ത് ഈ കമ്പോണൻസ് ഒക്കെ ചേർത്ത് കാറിൻ്റെ പാർട്സ് ഒക്കെ ചേർത്തിട്ടാണ് നമ്മുടെ ഫൈനൽ പ്രൊഡക്റ്റ് ഒരു കാർ ഉണ്ടാവുന്നത് അല്ലേ. അപ്പോൾ ആ കാർ ഉണ്ടാവുന്നതിന് മുന്നുള്ള ഓരോ പ്രോസസ്സിലൂടെയും ഈ കാറ് കടന്നു വരുന്നുണ്ട്. അപ്പോൾ ആ ഓരോ പ്രോസസ്സിലും ഉണ്ടാവുന്ന കോസ്റ്റുകൾ, അത് പ്രൊഡക്ഷൻ ആയിരിക്കാം, സർവീസ് ആയിരിക്കാം. അപ്പോൾ സർവീസ് കോസ്റ്റ് സെൻറ്റർ ഉണ്ട്, പ്രൊഡക്ഷൻസ് കോസ്റ്റ് സെൻറ്റേഴ്സ് ഉണ്ട്. ഓക്കെ, അങ്ങനെയുള്ള നമ്മുടെ എൻ്റർ ഓർഗനൈസേഷനെ ഡിഫറെൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റ്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യും. ഓരോ ഡിപ്പാർട്ട്മെൻറ്റും ഓരോ ഫങ്ഷൻസാണ് ചെയ്യുന്നത് അല്ലേ. അപ്പോൾ ആ ഓരോ ഫങ്ഷൻസിനും വേണ്ടി വരുന്ന കോസ്റ്റ്, ഓക്കെ, അതിനെയാണ് നമ്മൾ കോസ്റ്റ് സെൻറ്റർ എന്ന് പറയുക. ഓരോ ഡിപ്പാർട്ട്മെൻറ്റിനെയും അല്ലെങ്കിൽ ഓരോ ഡിവിഷനെയും പറയുന്ന പേരാണ് കോസ്റ്റ് സെൻറ്റർ. ഓക്കെ, കോസ്റ്റ് സെൻറ്റർ നമുക്ക് ഡയറക്റ്റ്ലി റവന്യൂ ഒന്നും ഉണ്ടാക്കി തരുന്നില്ല. ഇപ്പോൾ ഒരു വെൽഡിംഗ് ഷോപ്പിൽ വെൽഡ് ചെയ്യുന്ന സ്ഥലം, അവിടെ നമ്മൾക്ക് ഒരു വരുമാനം ഉണ്ടാവുന്നില്ല, പക്ഷേ എന്താ ഉണ്ടാവുന്നത്, കോസ്റ്റ് ഉണ്ടാവുന്നുണ്ട് അല്ലേ. അപ്പോൾ കോസ്റ്റ് നമ്മൾ അസർട്ടൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് കോസ്റ്റ് സെൻറ്റേഴ്സ്, കോസ്റ്റ് യൂണിറ്റ് സെൻറ്റേഴ്സ് ഷുഡ് ബി, അതായത് നമ്മളൊരു കോസ്റ്റ് അസർട്ടൈൻ ചെയ്യുന്നതിന് മുമ്പ് ഏതാണ് കോസ്റ്റ് യൂണിറ്റ്,
കോസ്റ്റ് സെൻറ്റർ ഏതാണ് എന്നൊക്കെ എന്ത് ചെയ്യണം, ഫൈൻഡ് ഔട്ട് ചെയ്തിരിക്കണം അല്ലേ. അപ്പോൾ കോസ്റ്റ് അക്കൗണ്ടിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രൊഡക്റ്റോ സർവീസോ റെൻഡർ ചെയ്യാൻ വേണ്ടി വരുന്ന കോസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നൊരു പ്രോസസ്സാണ്. അതിൽ കോസ്റ്റ് ഒബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ ഏത് പ്രൊഡക്റ്റിൻ്റെയാണോ കോസ്റ്റ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് അതിനെയാണ് കോസ്റ്റ് ഒബ്ജക്റ്റ് എന്ന് പറയുക. ആ പ്രൊഡക്റ്റിൻ്റെ ക്വാണ്ടിറ്റി ഓഫ് പ്രൊഡക്റ്റ് അല്ലെങ്കിൽ യൂണിറ്റ് നമ്മൾ എങ്ങനെയാണോ മെഷർ ചെയ്യുന്നത്, അത് പെർ ടണ്ണിലാണോ അതേപോലെ ഡസനിലാണോ കിലോഗ്രാമിലാണോ എന്നുള്ളതാണ് കോസ്റ്റ് യൂണിറ്റ്. കോസ്റ്റ് സെൻറ്റർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓർഗനൈസേഷന് ഡിഫറെൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റ്സ് ഡിഫറെൻറ്റ് ഫങ്ഷൻസ് ചെയ്യുന്നുണ്ട്. ആ എൻ്റയർ ഫങ്ഷൻസ് എല്ലാം കൂടെ യൂണിഫൈ ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക ഒരു ഫൈനൽ പ്രൊഡക്റ്റിലെത്തുന്നത് അല്ലേ. അങ്ങനെ ഓരോ ഫങ്ഷൻസിലും ഓരോ ഡിപ്പാർട്ട്മെൻറ്റ്സിലും കോസ്റ്റ് ഉണ്ടാവും. അപ്പോൾ ആ ഓരോ ഡിപ്പാർട്ട്മെൻറ്റിനെയാണ് കോസ്റ്റ് സെൻറ്റർ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി കോസ്റ്റിങ്ങിൻ്റെ മെത്തേഡ്സ് ഉണ്ട്. ജോബ് കോസ്റ്റിങ്ങും പ്രോസസ് കോസ്റ്റിങ്ങും ആണ് നമ്മൾ മെത്തേഡ്സിനെ ബ്രോഡ്ലി ക്ലാസിഫൈ ചെയ്യുന്നത്. ഓക്കെ, താങ്ക് യു.